ഈ പോരാളി കരുത്തുകൊണ്ട് കാൽപ്പനിക തീർത്തവനാണ്. എല്ലാം ഉണ്ടായിട്ടും എങ്ങും എത്താതെ പോയ പടയാളി തന്നെയാണ്. സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി ജീവിക്കേണ്ടി വന്ന ഒരാളുണ്ട്. ആരാണത്? സാക്ഷാൽ കർണൻ. സാക്ഷാൽ കർണൻ. കാസർഗോഡൻ വടംവലിക്കോട്ടിലെ കർണൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗിരീഷ് കോട്ടപ്പാറ. ശോഭനമായ പോരാട്ടങ്ങളുടെ വീതികളിൽ ചരിത്രം തീർത്ത ഊർജ്ജസ്വലനായ പോരാളി. പോരാട്ട വീര്യം ഇടനെഞ്ചോട് ചേർത്ത് വെച്ച കരുത്തനായ പടയാളി. കരുത്തുകൊണ്ട് കാൽപ്പനിക തീർക്കുന്ന ഏകാധിപതി. വടംവലിക്കോട്ട് ഇടിമുഴക്കമെന്നറിയപ്പെടുന്ന ശോഭിത് മാവുങ്കാൽ. ഉയരങ്ങൾ കീഴടക്കാൻ, ഊർജ്ജസ്വലമായ പോരാട്ടം കാഴ്ചവെക്കാൻ, ഉണ്മയാണ് ആട്ടം നടത്താൻ ഉയരങ്ങൾ കീഴടക്കിയ അതുല്യ പ്രതിഭ. പ്രിയമുള്ളവരെ, ഏറെക്കാലമായി നിരവധി വർഷമായി വടംവലിക്കോട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം തന്നെയാണ്. ഞാൻ അല്പം മുമ്പ് ബിച്ചുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ പഴകം തോറും വീര്യം കൂടുന്ന സിംഹാസനത്തിൽ പകരം വെക്കാനില്ലാത്ത ഏക ചക്രാധിപതി. വടംവലിക്കോട്ടിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത അതുല്യ പ്രതിഭ. ജീവൻ മരണ പോരാട്ടം നടത്തിയ ഊർജ്ജസ്വലനായ പോരാളി. ജീവനും മരണവും എന്നും ഈ ഇടനാടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ പോലും പരാജയമരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഉമേശൻ മാവുങ്കാൽ. ഈ ചെറിയ പോരാളി വളരെ വലിയ പോരാളിയാണ്. നമുക്കറിയാം, ഏത് ആംഗിളിൽ നിന്നും ഏത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കൽപ്പുണ്ടോ അവൻ ഇവൻ തന്നെയാണ്. വീട്ടിനുള്ളിൽ മാന്ത്രിക വിദ്യകൾ ഒളിപ്പിച്ചു വെച്ച് ഫുട്ബോളിൽ സംഹാര താണ്ഡവമാടി ഏത് ആംഗിളിൽ നിന്നും കാവൽ പടനെയും കബളിപ്പിച്ചുകൊണ്ട് നെറ്റിനെ ചുംബിക്കാൻ പന്തിനെ പറഞ്ഞയക്കുന്നവൻ ഫുട്ബോളിൽ രാജകുമാരൻ. മിന്നും റൈഡും തികമാർന്ന ക്യാച്ചുമായി കബഡി കോർട്ടിൽ ഇടിമുഴക്കം തീർത്തവൻ. തന്ത്രശാലിയായി ക്യാരംസിലെ അതികായൻ. അങ്ങനെ നിരവധി കായിക വിനോദങ്ങളിൽ പ്രതിപാദനായി പായും പുലിയായി അത്ലറ്റിക്കൽ മിന്നി നിൽക്കുന്നവൻ. ഇവന് കാലം നൽകിയ പേര് ഡൂഡ് രതീഷ്. ഈ പോരാളി മറ്റാരുമല്ല, അറബിക്കടലിന്റെ ശീതളക്കാറ്റേറ്റ് ആർപ്പു വിളിക്കുന്ന തിരമാലകൾക്ക് നേരെ വെള്ളയാൽ മിടിമത്തി നിൽക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങൾക്ക് കാവലാളായി നിൽക്കുന്ന ബേക്കൽ കോട്ടയ്ക്ക് വെളിപ്പാടകലെ മൗവൽ എന്നൊരു ദേശമുണ്ട്. നമ്മളൊക്കെ അറിയുന്നത് അബ്ബാസ് മൗവൽ, അനൗൺസിലെ രാജകുമാരൻ. പക്ഷേ വടംവലിയിലെ മൗവലിലെ രാജകുമാരൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: KL14 താടിക്കാരൻ നൗഷാദ് മൗവൽ. ആരവങ്ങൾ നിലയ്ക്കാത്ത പോരാട്ട ഭൂമികയിൽ ഇവൻ ഛത്രപതിയാണ്. 5 കുങ്കിയാനകൾ, 100 പടക്കോപ്പുകൾ, അവയെല്ലാം കയ്യിൽ കരുതി വയനാടിന്റെ ചുരം കയറി ആര്? നമ്മുടെ ധീരരായ വനസേനകൾ. പക്ഷേ അവരൊന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. 5 മണിക്കൂർ നേരത്തെ തീവ്രമായ ദൗത്യത്തിന് ശേഷമാണ് അവനെ ഒന്ന് നേരിക്കാൻ സാധിച്ചത്. അവന്റെ പേരാണ് അരിക്കൊമ്പൻ. വടംവലിക്കോട്ടിൽ അരിക്കൊമ്പൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ശ്രീകാന്ത് എന്ന സ്വീറ്റ് മാവുങ്കാൽ. ഇത് മറ്റൊരു അതുല്യ പ്രതിഭയാണ്. ധീരമായ പോരാട്ടങ്ങളിൽ ചരിത്രം തീർക്കുന്നവനാണ്. ഹരിയാനയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ 5 കാറ്റഗറിയിലെ ടീമിനെ ഒരേ സമയം പരിശീലിപ്പിച്ച ഒരേ ഒരു കായിക താരമേ കേരളത്തിനകത്തുള്ളൂ. അത് കാസർഗോഡുകാരനാണ്. അത് നമ്മുടെ ഇരിയ തട്ടുമലുകാരനാണ്. അവന്റെ പേരാണ് രാജീവൻ പെർഫെക്റ്റ്. വിദാന്തമായ പോരാട്ടങ്ങളിൽ ജീവൻ നൽകുന്ന പോരാളിയായിട്ട് കളിമൈതാനി അടക്കി ഭരിക്കുന്ന പ്രജാപതി. ഇവയെല്ലാം നയിക്കുന്ന അതുല്യ വ്യക്തിത്വം രാജീവൻ